കള്ളക്കിളവൻ ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഓടാ. വെൽക്കം ടു ഹലോ നെയ്ബർ. ഒരു ക്രൂരനായ അയൽവാസിന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു നല്ലവനായ കുട്ടിക്കുരുപ്പിന്റെ കഥയാണ് ഈ ഗെയിം പറയുന്നത്. അതായത് ആ കുട്ടിപ്പിശാശാണ് ഈ ഗെയിമിലെ മെയിൻ കഥാപാത്രം. ആ കഥാപാത്രത്തിന്റെ പാത്രമായിട്ടാണ് നമ്മൾ ഈ ഗെയിമിൽ കളിക്കുന്നത്. പാത്രം, ചട്ടി, കാലം, പട്ടി എന്നൊക്കെ പറഞ്ഞ് ലെറ്റ്സ് ഗോ. ഓക്കെ, ആക്ട് 1. ഓക്കെ, റോട്ടിലൊരു ബോൾ കാണുന്നുണ്ട്. ഇതിൻ്റെ ഗ്രാഫിക്സ് ഉണ്ടല്ലേ, കുറച്ചുകൂടെ മറ്റേ ബേബീനെല്ലോ ആയിട്ടൊരു സാമ്യതയുള്ളൊരു ഗെയിമാണെന്ന് തോന്നുന്നത്. ആ ഒരു സിമിലർ ഗ്രാഫിക്സ് ആണ് ഇതിലുള്ളത്. കുറച്ചൊരു കാർട്ടൂണിഷ്. ഇതാണ് നമ്മൾ എൻ്റെയൊക്കെ മോറ് കണ്ട ഒന്നാണ്ട് കൊടുക്കാൻ തോന്നും. വെറുതെ അല്ല, മറ്റവനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഓക്കെ, ഇനി എന്താ ബോളിൻ്റെ പിന്നാലെ ഓടണോ? ഓക്കെ, ഇപ്പോൾ ലൈക്ക് അടിക്കാത്ത ആൾക്കാരുണ്ട്, ലൈക്ക് അടിക്കുക. 2.5 ആണ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ്. ഇതിലേതാ മറ്റേ മീശമാധവൻ്റെ വീട് ഏതാ? ഗ്രാഫിക്സ് ഇങ്ങനത്തെ ഗ്രാഫിക്സ് അല്ലേ, അതായത് കാർട്ടൂണിഷ് ഗ്രാഫിക്സും അല്ല, ഒരു പെയിൻറ്റിങ് ഒക്കെ പോലത്തെ ഒരു കണ്ടില്ലേ, അതായത് ചിത്രം വരച്ച് കുട്ടികളുടെ ചിത്രം വരല്ലേ, അതേപോലെയൊക്കെ ഉണ്ട്. ഓക്കെ, ഈ കാറിലെ വീട്ടിലാണ് മറ്റവനുള്ളതെന്ന് തോന്നുന്നു. അതാ എന്തൊരു ഇത്. നിങ്ങൾ കുറേ ഈ ഗെയിം കളിക്കണമെന്ന് പറയണേ, അതുകൊണ്ട് ഇങ്ങനത്തെ അപരാധ ഗെയിമൊക്കെ ഞാൻ കളിക്കുന്നത്. തെഗിട്ട് അറിയില്ല, നോക്കട്ടെ. അത് കണ്ടില്ലേ, ഓ എന്താ കൊലപാതകമാണോ? ഓ ഓക്കെ 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 ഓക്കെ, അപ്പം എന്തൊക്കെ ഉണ്ട് സംഭവം. ഓ അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അതായത് നമ്മുടെ അയൽവാസി ഒരു സീരിയൽ കില്ലറാണ് ഈ ചങ്ങായി. ഇതുണ്ടല്ലോ ആ മീശ പിരിപ്പിച്ചിരിക്കുന്നേ. അതാ കണ്ടോ, അതാ അതാ ആ നിലവിളി കേട്ടില്ലേ? എന്താ വീട്ടിൻ്റെ മുകളിലൊരു ഓട്ട. ഓ അതേനായിരിക്കും നമുക്ക് എസ്കേപ്പ് ചെയ്യണ്ടായി. എന്താ ജി, അപ്പം നമ്മൾ പിടിച്ചില്ലേ? ഇതേതാ വീട്? തുറക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഇവിടെ തന്നെ ഒന്ന് പോയോക്കാം, അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ വീട്ടിലല്ലേ അപ്പോൾ? ഇവിടെ നിന്നല്ലേ നമ്മൾ മറ്റവനെ കണ്ടേ? അതാ വീണ്ടും കണ്ടു. ഇതെന്താ സംഭവം? എന്താ അതാ തക്കാളിയോ എന്തെറിഞ്ഞു? പോടാ പോടാ. എന്താ ഓന് ട്രാപ്പും സംഭവമൊക്കെ ഉണ്ടേ. ശരി, ഈ പുല്ല് പറിച്ചവൻ്റെ തള്ളി തിരിക്കാലോ. ഏതാ സോമോഷൻ്റെ നടത്തും, അവൻ്റെ 4 അടി 5 ഇഞ്ച് വലിപ്പവും. പോരാ മരമല്ലേ. ഓ അതിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി. അതാ പതുക്കെ അവൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ. ഇരുന്ന് പതുക്കെ കയറാണ് വേണ്ടതെന്ന് തോന്നുന്നു. അതെ 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 അതാ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡോറോർക്കൂ. ഓ ഷട്ടപ്പ്. ഇതെന്താ? ഓ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കാൻ. നൈസ്. ഓക്കെ 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 ഓക്കെ, ഈ ഡോറ് ലോക്ക്ഡാണ്. ഓ ആരും വരുന്നുണ്ട് മറ്റും വരുന്നുണ്ട്, ഉള്ളിൽ കയറി. ഓക്കെ, സംഭവം പിടിയിട്ട്. ഇത് സംഭവം എന്താണെന്ന് അറിയാം. ഞാൻ ഇപ്പം ഒന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അതായത് ഇപ്പം ബേസ്മെൻറ്റിൽ എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട് അത്ര. ഇപ്പം എന്താ ഹൈഡ് ചെയ്യണമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഗെയിമിൻ്റെ കോൺസെപ്റ്റ്, അല്ലാതെ എസ്കേപ്പിംഗ് അല്ല. കട്ടിൻ്റെ അടിയിൽ. ഓക്കെ, കട്ടിൻ്റെ അടിയിൽ ഒളി നിൽക്കുക. ഞാൻ വിചാരിച്ച എസ്കേപ്പിംഗ് ആണെന്നൊക്കെയാണ്, ഗ്രാനിയൊക്കെ പോലെ. പക്ഷെ ഇത് അതല്ല. ഇതിപ്പോൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം, മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. തുറക്കാൻ പറ്റുമോ? ഇല്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനുള്ള കീ കണ്ടുപിടിക്കണം എന്ന് തോന്നുന്നു. ഇത് എവിടെ നിന്നാ പൻ്റെ മുക്കുന്ന ശബ്ദം? ഉള്ളിൽ കയറി. ഇതെന്താ? ഹലോ. ഓക്കെ, മറ്റും പിടിച്ചിന്നെ വേറെ എവിടെ ഇട്ടെന്ന് തോന്നുന്നു. അത് ശരി. ഓക്കെ, കൊള്ളാലോ കളി. ഒരു 3-4 വട്ടം പിടിച്ചു, പിന്നെ ഞാൻ ഇവിടെ എത്തി. അതെങ്ങനെ? ഓക്കെ ഓക്കെ, ഗെയിം വിചാരിച്ച പോലെ ഇല്ല കേട്ടോ. കാര്യമായിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഓ ഫ്ലാഷ് ബാക്ക് ആണോ? ഈ കാറല്ല അവൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കണ്ടിരുന്നേ. അതാ പോന്നേ. അതാ ഇങ്ങോട്ട് ചാടാൻ കഴിയുന്നില്ലല്ലോ. പറ്റണില്ല. തുറക്കാൻ പറ്റുമോ? വീണ്ടും ഇവിടെ തന്നെ എത്തി. ഓക്കെ, എനിക്ക് തോന്നുന്നതേ ഇടക്കിടക്ക് നമ്മളിങ്ങനെ പിടി കൊടുക്കുമ്പോൾ ഓരോ ഫ്ലാഷ് ബാക്ക് കാണിച്ചു വരും തോന്നുന്നുണ്ട്. അത് സംഭവം. ഇനിയിപ്പോൾ എന്താ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മുകളിൽ കൂടെ കയറാനുള്ള എന്തോ വഴിയുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ ഇതിവിടെ വെറുതെ ഇങ്ങനെ ഇട്ടേക്കില്ലല്ലോ. വല്ല പെട്ടിയോ പട്ടി എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ബാക്കിൽ എന്തൊക്കെയോ ആപ്ലിക്കേഷനൊക്കെ കണ്ടിരുന്നു. ഇത് കണ്ടില്ലേ? അതവിടെ പെട്ടികളുണ്ട്. ഇതെടുക്കാൻ പറ്റില്ലേ? ഇതെടുക്കാൻ പറ്റും. എടുക്ക്. ആരൊക്കെ എണിക്കണ്? ആരാ
ആ ഓക്കെ, ഇത് കൊണ്ടുപോയിട്ട് എൻ്റെ മുകളിലിടാൻ പറ്റും തോന്നുന്നുണ്ടേ. വാട്ട് ഈസ് ദിസ്? ഇതെന്താ? ഇതെന്താ ലിഫ്റ്റാണോ? ഓ, ഇവിടെ എന്തോ വയറിംഗ് ഒക്കെ പോണ്ടേ, കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി. ഓക്കെ ഓക്കെ ഓക്കെ, ഈ വയറിങ് ഇങ്ങനെ പോയി ഇവിടെ. ഓ, ഇത് അതിൻ്റെ ഉള്ളിലേക്കാ പോണേ. അവൻ്റെ ഒരു മൂഞ്ചിയ മോന്തയും ഓണാക്കാൻ പറ്റുമോ? അത് ഓണാക്കാനൊക്കെ പറ്റും. അവൻ്റെ ഇതിന് പോവാ. നിൽക്ക് വലിയൊരു മീശുണ്ട് എന്നുള്ളൂ, തലക്കകത്തൊന്നുമില്ല. മാന്തബുദ്ധി. ഈ ലിഫ്റ്റ് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ലോക്ക് ചെയ്ത റൂമില്ലേ അത് തുറക്കണം, എന്നിട്ട് ഇത് ആ ലെവർ പുള്ള് ചെയ്താലേ കാര്യമുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ആ ലോക്ക് ചെയ്ത റൂമിലേക്ക് പോകണമെങ്കിൽ ഈ പെട്ടി ആദ്യം എടുത്തിട്ട് നമ്മൾ ഇതേനെ കയറി പോകണം. നല്ല ബുദ്ധിപൂർവ്വം കളിക്കണം നമ്മൾ. ഇതിവിടെ വെക്കണ്ടേ? അതാ പോണു. ഞാണ്ടല്ലോ. ഓക്കെ, താഴെ എന്തോ ഇൻവെൻറ്ററി ഒക്കെ കാണിക്കുന്നത്. നമുക്ക് ഒരേ ടൈമിൽ രണ്ട് മൂന്ന് പെട്ടിയൊക്കെ എടുക്കാൻ പറ്റുമോ? ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓ, 2-3 പെട്ടിയൊക്കെ എടുക്കാം. മൊത്തം 4 പെട്ടി എടുക്കാം. ഓ നൈസ്, കറക്റ്റ്. അങ്ങനെ പതുക്കെ പ്ലേസ് ചെയ്യണം നമ്മൾ. അതാ പോന്നു. ഓക്കെ, ഇനി അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഒന്ന് നൈസ്, പെർഫെക്റ്റോ. അതാ പോയി. ഞാണ്ടല്ലോ. ഒന്നുകൂടെ. പെർഫെക്റ്റ്. കിളവാ. വേണ്ട ഞാനാ പറയുന്നത്. വേണ്ട, ഓടിക്കോ പോടാ. ഓ, ഇതിൻ്റെ അപ്പുറത്തേക്ക് വരൂല അല്ലേ? ഓ, എൻ്റെ വീട്ടിൻ്റെ കോമ്പൗണ്ട് വിട്ട് വരൂല. അതിനുള്ള സൊനക്കുറപ്പില്ല. മാണ്ടൻ. ഇനി ഇതൊന്നുകൂടെ കയ്യിലെടുത്ത് എൻ്റെ മുകളിൽ കൂടെ കയറി ചാടി സ്കോ. ചാടി കയറി. ഭാഗ്യം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടാൻ പറ്റുമോ? പറ്റും. ഓക്കെ ദാറ്റ്സ് നൈസ്. ഇനി എടുക്കണം, ഞാൻ അങ്ങോട്ട് ചാടണം. ഓക്കെ, നമ്മൾ മുകളിലെത്തി. ഇനി ഇതേല് ജനൽ പൊട്ടിച്ചുള്ളിൽ കയറിയാൽ മതി. സോ സിമ്പിൾ. കളി മനസ്സിലായപ്പോൾ കണ്ടില്ലേ? അപ്പോൾ അവിടുത്തെ ഓക്കെ ദാറ്റ്സ് നൈസ്. ഇവൻ്റെ മുകളിലേക്ക് വരാൻ പറ്റുമോ? ഇവൻ്റെ കയ്യിൽ താക്കോലുണ്ടാവുമല്ലോ അല്ലേ? അത് ഞാൻ മറന്നു. യെസ്, ഇവൻ്റെ കയ്യിൽ താക്കോലുണ്ട്. അമ്പടെ ഒളിഞ്ഞിക്കാം. മണ്ടരാണ്, അറിയൂല. കുടു ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട്. ഒരു മണ്ണ് നടക്കണില്ല. ഓക്കെ, ഇതെന്താ? കണ്ട ബട്ടണിൽ അവരൊക്കെ പിടിച്ച് തിരിക്കന്നെ, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അവിടുത്തെ. ഓക്കെ, ഇത് തുറക്കാൻ പറ്റില്ലേ? അതിന് താക്കോല് വേണ്ടി വരും തോന്നുന്നുണ്ട്. അത് ശരി. വെറുതെ എന്തൊക്കെയോ തട്ടിയപ്പോൾ എന്തൊക്കെയോ ഓപ്പൺ ആയി വന്നു. നൈസ്, ഐ ലൈക്ക് ഇറ്റ്. എവിടെ നീ കുണുകുണു ശബ്ദം? താഴെ TV ഓഫാക്കാൻ മറന്നു. ഓക്കെ, ഇത് ഓണാക്കിയാൽ അതെ താക്കോല്. ഇതെന്തിന് താക്കോലാ? ഓക്കെ, താക്കോല് കിട്ടി. അത് തുറക്കാനല്ലേ? തുറക്കൂ. തുറന്നു. ഓക്കെ നൈസ്. ഓക്കെ, നീ ഡോർ തുറന്നാൽ എന്താ? ഓ, ജനലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നോക്കുക അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോയെന്ന്. ദാറ്റ്സ് നൈസ്. അല്ല, ജനലിൻ്റെ ഉള്ളിൽ കൂടെ അല്ലേ, കീ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ. ഓക്കെ, കീൻ്റെ ആവശ്യം കഴിഞ്ഞെന്ന് തോന്നുന്നു. അതവിടെ കിടക്കട്ടെ. തുറക്കാൻ പറ്റൂലേ? അതവിടെ താക്കോലുണ്ട്. എൻ്റെ അടുത്താ കളി. തുറക്കട അവിടുന്ന്. തുറക്ക്. ഓക്കെ, സംഭവം മനസ്സിലായി. ഈ കീ എന്തിനുള്ളതെന്നറിയോ? ആ കാറ് തുറക്കാനാണത്രേ. ചെറുതായിട്ട് നോക്കേണ്ടി വന്നു. ഇതുണ്ടല്ലേ, ഇവിടെ അതിനാണ് ക്ലൂ വെച്ചിരിക്കുന്നത്. വീട് കണ്ടില്ലേ? വീട്ടിൻ്റെ താക്കോൽ അവിടെ തൂക്കും, പിന്നെ അവിടെ വേറെന്തോ താക്കോൽ അവിടെ തൂക്കും, കാറിൻ്റെ താക്കോൽ ഇവിടെ തൂക്കും. മനസ്സിലായില്ലേ? ബുദ്ധി ഉപയോഗിച്ച് കളിക്കണം, അല്ലാതെ വെറുതെ ഇങ്ങനെ മണ്ണ് വിഴുങ്ങിയ പോലെ ഇരുന്ന് കളിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഇത് തുറക്കട്ടെ. ഇനി താഴെ ഇറങ്ങട്ടെ. ഓക്കെ, ഇത് താഴെ ഇത് തുറക്കാൻ പറ്റുമോ? ഇല്ല, ഇത് തുറക്കാനുള്ള കീ കിട്ടിയിട്ടില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. വാടക്കളവാ മണ്ടൻ. ഓ, ഫോൾ ഡാമേജ് ഒന്നും ഇല്ല അല്ലേ? ഓക്കെ നൈസ്. വണ്ടി ഓടിക്കാൻ പറ്റുമെന്നാവോ? ഇല്ല, അതിനുള്ള ഓപ്ഷൻ ഇല്ല. ഇനി ഇപ്പുറത്തേനെ പോയി കഴിഞ്ഞാൽ അതുമില്ല. പിന്നെ എന്തിനാ ഈ താക്കോല്? ഓ, ഡിക്ക് വെക്കാനായിരിക്കുമോ? അതിനാണ്. തുറക്ക്. ഇതെന്താ? ഇത് പോട്ടെ, അവിടെ പുതിയ സാധനം കിട്ടി. ഇത് മാഗ്നറ്റോ? അതെന്താ കാര്യം? എന്താ? ഇതൊന്ന് ഓഫാക്കട്ടെ. ഇത് കുറേ നേരെ ഇത് കാനം. ഓ, അത് എടുക്കാൻ പറ്റുമോ കയ്യിൽ? ദാറ്റ്സ് നൈസ്. ഇരിക്കട്ടെ, കയ്യിൽ ആവശ്യം വരും. ഓക്കെ, മാഗ്നറ്റ് കൊണ്ട് എന്താ ഇതൊക്കെ എടുക്കാൻ പറ്റുമോ? ഓ നൈസ്. വേണ്ടില്ലേ? എത്ര ദൂരം വരെ എടുക്കാം? ഇത്ര പറ്റൂല. ഓ, അതെനിക്കിഷ്ടമായി.
നൈസ്. അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗെയിമിൽ, വിചാരിക്കുന്ന പോലെയല്ല. ഓക്കെ, ഇനിയിപ്പോൾ എന്താ, നമ്മൾ ഈ മാഗ്നറ്റ് കൊണ്ട് എന്തെങ്കിലും എടുക്കേണ്ടി വരും. ആദ്യം ഈ പെട്ടികളൊക്കെ ഒന്ന് എടുക്കട്ടെ. എന്നിട്ട് ഇവിടെ ഒരു ഡോറ് കാണുന്നുണ്ട്. ഡോറല്ല, എന്തോ ഒരു വിൻഡോ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. നേരത്തെ ഇതിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ. അപ്പം ഇതേനെ എന്തെങ്കിലും എടുക്കാൻ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നത്. ഓക്കെ, കയറി ചാടി. അത് വെച്ച് പോരാ, ഒരു പെട്ടി കൂടി വേണം. അത് മറ്റേ ഗെയിം മനസ്സിലാക്കിയുണ്ടല്ലോ, മനസ്സിലാക്കിയ കളിക്കുക എളുപ്പമാണ്. പെട്ടി ഓക്കെ. അത് കണ്ടില്ലേ, സ്പാനർ എടുക്കാൻ പറ്റുമോ? എത്തണില്ലല്ലോ. ഓ, ആ സ്പാനർ ഈ സാധനം തുറക്കാനാണെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ല, ഇവിടെ ഒരു നട്ടും ബോൾട്ടും ഉണ്ട്. ഇത് തുറന്ന് ഈ കോണി ഉപയോഗിക്കാനായിരിക്കും ആ സ്പാനർ. പക്ഷെ ആ സാധനം എടുക്കാൻ പറ്റണ്ടേ? ഇതെന്താ അവിടെ ലോക്കുള്ളതുകൊണ്ട് വരാത്തെന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? അതെന്താ ചുറ്റികേ? ഓ, ഓക്കെ 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 ഓക്കെ. ചുറ്റികയും കിട്ടി, അല്ല ചുറ്റികല്ല, ക്രോബാറും കിട്ടി, പിന്നെ ഒരു ലോക്ക് പിക്ക് പോലെ എന്തോ സാധനം കിട്ടി. അപ്പോൾ അങ്ങനെയാണ്. ഇത് കണ്ടില്ല, ഈ ഗെയിം മൊത്തം തലേരിന് ടപ്പാണ്ടാരടങ്ങാൻ. ഓക്കെ, 2 സാധനം എടുക്കട്ടെ. ഓൾ സെറ്റ്. ഓക്കെ, ബാക്കിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കലവില. ഓക്കെ, ഇനിയിപ്പോൾ ആ ഡോർ നമ്മൾ ഇങ്ങനെ തുറക്കേണ്ടി വരും. അതിന് കീ അല്ല കിട്ടുക. ഓക്കെ, മനസ്സിലായി. ഈ ഡോറല്ല, ഈ ഡോർ തുറക്കാൻ പറ്റുമോ? തുറക്കൂ. അയ്യോ. ഓക്കെ, അത് ഈ ഡോറിനുള്ളെല്ലാം തോന്നും. ഇപ്പോൾ തുറക്ക്. എനിക്ക് തോന്നുന്നത് ഇപ്പം പിടിക്കുമ്പോഴാണ് അടിപൊളി കേട്ടോ ഗെയിം. സത്യമായിട്ടും ഇപ്പം പിടിക്കുമ്പോഴാണ് അടിപൊളി. അതുണ്ടില്ലേ, ഇതെന്തത്? ഇവര് നമ്മൾ ഇടക്കിടക്ക് പിടി കൊടുത്തതിന് അങ്ങനത്തെ ഒരുപാട് നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കാണാം. ഇനി പുറത്തിറങ്ങിയാൽ വീണ്ടും തുടങ്ങും. ഓ അല്ലല്ല, നൈസ്. വേണ്ടില്ലേ, അടിപൊളി. പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് നമ്മൾ പിടി കൊടുക്കണം തോന്നുന്നുണ്ട്. അതാ. ഓക്കെ. ഒന്നുകൂടെ. ഇത് മറ്റേ ലോക്ക് അതാ പോന്ന്. പതുക്കെ ഇരുന്ന് നമുക്ക് കളിക്കാം. ഞാൻ അങ്ങനെ സ്പ്രിൻ്റ് ചെയ്യുന്നതുകൊണ്ടാണേ കുഴപ്പം. ഇരുന്നിങ്ങനെ പോയിക്കാൻ ഒരു കുഴപ്പമില്ല. ഓക്കെ, അത് തുറന്നു. കിട്ടി സാധനം കിട്ടി. ഇതെന്താ, ഷവ്വലോ? ഓക്കെ, വൈ നോട്ട്. അതെടുത്ത് ഇനി നമ്മൾ ബാക്കത്തെ ആ ഏണി അൺലോക്ക് ചെയ്യണം. അതിന് ആദ്യം സ്പാനർ കയ്യിലെടുത്ത്. ഈ ക്രോബാർ എന്തിനാന്നാ പോലെ. ഓക്കെ, ഓപ്പൺ. മനസ്സിലായി. ഞാൻ എന്തായിരുന്നു, ഈ ഗെയിം ചില്ലർ ഗെയിമാന്ന് വിചാരിച്ചു. ചില്ലർ ഗെയിം തന്നെ, എന്നാൽ വെറുതെ അങ്ങോട്ട് കോംപ്ലിക്കേറ്റ് ആക്കവര് ഒരു കാര്യമില്ലാണ്ടേ. ഇതേതോ റൂം? ഓക്കെ, ഇത് നമ്മൾ മോളിന്ന് നന്നായുള്ളോ. ഓക്കെ, ഇങ്ങോട്ട് തന്നെ ചാടേണ്ടതെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓ, ഇതവിടെ ഒരു താക്കോലുണ്ടേ. അത് ശരി, ഈ താക്കോലിനാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നേ. ഓക്കെ, അപ്പോൾ ഇൻവെൻട്രിയിൽ ആവശ്യം കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് വലിച്ചെറിയട്ടെ. പാനറിൻ്റെ ആവശ്യം നമ്മൾ കഴിഞ്ഞു, അപ്പോൾ അത് വലിച്ചെറിയട്ടെ. ക്രോബാറിൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല, അപ്പോൾ അത് ആവശ്യമുണ്ട്. ഓക്കെ, കാന്തത്തിൻ്റെ ആവശ്യം കഴിഞ്ഞു, അതുകൊണ്ട് വലിച്ചെറിയട്ടെ. നീ കസാല ഇങ്ങോട്ട് വാ. പിഷ്കും എന്തിയാട്ടെ. പിന്നെ അത് തുറന്നാൽ വേറെ വി. ഓ, ഈ റൂമാണില്ല. ഇത് ഡയറക്റ്റ് കൊണ്ട് തുറന്നാൽ പോരെ? അത് പറ്റൂല, കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ വരണം. നല്ലൊരു സുഖമുള്ളോ, വല്ലാത്തൊരു ഗെയിം തന്നെ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ താഴെ പോയി ആ ഡോർ ചെയ്തായിരുന്നു. ഓറഞ്ച്. അതർക്കൂ. അത്രേ ഉള്ളൂ. കളി കഴിഞ്ഞില്ലേ? ഇല്ല, ഇനി എന്ത് തേങ്ങ. ഇപ്പോൾ കുറച്ച് രസമുണ്ട് കേട്ടോ. ഇതാണ്, ബേസ്മെൻറ്റ് എത്തി നമ്മൾ. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. കൊലപാതകം ഇവിടെ, ഡെഡ് ബോഡി ഇവിടെ. വെരി ഷിറ്റ്. തുറക്കാൻ പറ്റുമോ? ഓക്കെ. അതിൽ പോയോക്കാം, വല്ലതും ഉണ്ടാവാതിരിക്കില്ലല്ലോ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റൂം കാണുന്നുണ്ട്. ഇതെന്തിനാ നമ്മളിങ്ങനെ നോക്കുന്നത്? എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ? ഒരു കാര്യമില്ലാതെ ഇങ്ങനെ എത്തി നോക്കുക. അത് തുറക്കാൻ പറ്റുമേ. അത് ശരി. എന്നിട്ടാണിപ്പോൾ അതെന്താ? ഇതിൻ്റെ ഉള്ളിൽ ആരോ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കണേ കണ്ടില്ലേ? അത് ശരി, കൊലപാതകമല്ല. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ആരോ ഇങ്ങനെ പൂട്ടിയിട്ട് വളർത്തുകയല്ല, എന്തിനോ വേണ്ടി ആരോ. ഇതുണ്ടല്ലോ, ഇത് പുറം ലോകമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, നോർമലാണെന്ന് കാണിക്കാൻ വേണ്ടി ജനലിലൊക്കെ ഇങ്ങനെ പിക്ചറൊക്കെ ഒട്ടിച്ച് വെച്ചിക്കണേ. പുറത്തത്തെ കണ്ടില്ലേ പെയിൻറ്റിങ് ഒക്കെ. ഓക്കെ, കണ്ടില്ലേ പെയിൻറ്റിങ് കയ്യോടെ പോന്നു. എന്താണത്? ഓക്കെ, ചാടിക്കയറി നോക്കട്ടെ. എന്തടത്? ഓക്കെ, ഗെയിം വരെ ഭയങ്കര സംഭവമായി വരുന്നുണ്ട്. ചില്ലറ കളിയല്ലത്. ഇതെന്തിനാ? ഓക്കെ, ജയിലാണ്. ഇതെന്താ സംഭവം? എന്താ? ഇതെന്നാണ് ഈ കൊണയടി കേൾക്കുന്നത്. പോടുന്നു. ഷട്ടപ്പ്. ഇവിടെ ഇതിൻ്റെ ബേസ്മെൻറ്റിൽ തന്നെ വേറൊരു വീടുണ്ട്. ഇവൻ്റെ തുറക്കാൻ പറ്റുമോ? തുറക്കാൻ പറ്റും. അതെന്താ, ബാത്ത് ടബോ?
ഓക്കെ. ഓ ഇതുണ്ടല്ലോ ഒരു ഷൂസ്, ഒരു കുട്ടിൻ്റെ ഷൂസ്. എനിക്ക് തോന്നുന്നത് ഇത് മറ്റേ ചില സൈക്കോപാത്സ് ഉണ്ട്, അതായത് ഇതേപോലെ ഇങ്ങനെ കുട്ടികളെങ്ങനെ ഇങ്ങനെ തറങ്കല്ലടിച്ചിട്ട് ഇങ്ങനെ വളർത്തും, മനസ്സിലായില്ലേ? അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അതേപോലത്തെ ഒരുത്തനാണ് ഇപ്പം തോന്നുന്നു. അത് അവിടെ ആരോ നിൽക്കണില്ലേ? ഹൂസ് ദാറ്റ്? ഇപ്പം ഏത് വഴി ഞാൻ വന്ന്? ഓക്കെ, ഈ വഴി തന്നെ. അത് അവിടെ ആരോ നിൽക്കുന്നുണ്ട്. ആരാ? എന്ത് വേണം? ഓ ഇത് അതന്നെ ഇട്ട് സംഭവം. അല്ല ഇത് അതല്ല സംഭവം, അതല്ല. ഓ നമ്മുടെ നിഴലുണ്ടില്ലേ? ഏതാ? ഞാൻ പിന്നെ ഭക്ഷണമൊന്നും കിട്ടാതെ മെയിലിന് ഉണങ്ങിയതാണെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ അല്ലേ. ഓടോ. ആ മനുഷ്യനെ പറ്റിക്കാൻ. അവിടെ എന്തോ ഷോർട്ട് സർക്യൂട്ട് കാണിക്കുന്നുണ്ട്. ഇതെടുക്കാൻ പറ്റുമോ? ഓക്കെ, ഉള്ള വെളിച്ചം പോയി. കൺഗ്രാജുലേഷൻ. ഈ ടോർച്ച് നമുക്ക് ഓക്കെ ടോർച്ച് നമുക്ക് കയ്യിലെടുക്കേ, വെറുതെ അല്ല. ഓക്കെ, ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. ഓക്കെ, ഇവിടെ ഒരു ഡോറുണ്ട്. അപ്പോൾ ഇതിനുള്ള ഗ്രില്ല് നമ്മൾ തുറക്കണം. ഓക്കെ, ഇനി എൻ്റെ 1000 ലെവൽ ഐക്യു വർക്കാവാൻ തുടങ്ങും. ഇപ്പോൾ തുറക്കും, കണ്ടോ? ഇവിടെ വരികയാണെങ്കിൽ ആദ്യം നമ്മൾ ഇത് നേരാക്കണം. അപ്പോൾ അതിൻ്റെ വയറിങ് ഇങ്ങനെ പോകുന്നുണ്ട്. അതിങ്ങനെ പോയിട്ട് മുകളിലെത്തിയോ? എന്താ ഇത്? ഓക്കെ, ഇത് തുറന്നു നോക്കട്ടെ. ഇവിടുന്ന് വന്ന് മരഭൂതം അവനിപ്പോൾ ഇവിടുന്ന് വന്നേ. അത് ശരി, ആദ്യം മുതലായോ? ഓ ഇതെന്താ? ഓ ഇതിപ്പോൾ അതിൻ്റെ മൊത്തത്തിൽ രൂപമൊക്കെ മാറിയെന്ന് തോന്നുന്നു. ഇതിപ്പോൾ വേറെ ഏത് സ്ഥലത്തെത്തിയോ നമ്മൾ? ഇതിവിടെ എന്തോ ഒരു സംഭവം കാണിക്കണ്ടേ, അതൊന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ. ഓ ഇത് നേരത്തെ അതേ സംഭവം തന്നെ. ഇതൊന്നും ഓണൊന്നും ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ വെളിച്ചല്ലാത്തതുകൊണ്ട് കാണാത്താണേ, വെറുതെ അല്ല. ഞാനും വിചാരിച്ചു മണ്ടത്തരത്തിൻ്റെ ഒക്കെ ഓരോ ഓക്കേ. കള്ളക്കിളവൻ ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഓടോ. ഇത് എസ്കേപ്പ് ചെയ്യാനും പറ്റുന്നില്ല. ഒളിഞ്ഞു നോക്കട്ടെ. അതാ പിടിച്ച്. ഇവിടെ ഇതില്ല. ഇത് എന്തെങ്കിലും യൂസ് ഉണ്ടാവണല്ലോ. ആ ഗ്രില്ലടക്കും, പക്ഷെ ലൈറ്റൊക്കെ ഓഫ് ആവുന്നുണ്ട്, കണ്ടില്ലേ? ആ ഡോറ് തുറക്കാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. നോക്കട്ടെ. ആ ഡോറ് ഇതിപ്പോൾ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് മറ്റേ നമ്മളെ കാണണമെന്ന് തോന്നുന്നു. ഇതുണ്ടല്ലോ ഇവിടെ CCTV വേറെ, അതൊന്നും പോരായിട്ട് കൊണ്ടുവരടക്കാൻ. തുറന്നു നോക്കട്ടെ. ഇതാണോ? ഓക്കെ, ആ ഡോർ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ ഡോറൊക്കെ തുറന്നു തന്നെയാണെന്ന്. ഓ CCTVയിൽ കാണുമ്പോൾ അങ്ങനെ പോവണേ. ടെക്നോളജിയാ. പാടാ മറ്റേ മണ്ടക്കന്നെ അറിയാത്. അതാ പോന്ന്. ആയിക്കോട്ടെ, അതെന്നെ വിട്ടോട്ടെ. ഇതെടുത്ത് അപ്പം അങ്ങോട്ട് ശബ്ദം കേട്ടി അങ്ങോട്ട് പോയിക്കോട്ടെ. ഓക്കെ, ഇനി ഇത് തുറന്നാൽ ഓക്കെ, ഇവിടെ എത്തി. ലെറ്റ്സ്. ഇനി ഇത് ആക്ടിവേറ്റ് ആയിക്കാണെങ്കിൽ ലൈറ്റ് ഓഫ് ആയി. അങ്ങനെ ഇനി മറ്റേ ഇത് നമ്മൾ കാണൂല. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റണില്ല. അത് വേറൊരിത്. എന്താ അവിടെ ട്രാപ്പ് സെറ്റ് ചെയ്തോ? അത് ശരി, ട്രാപ്പ് ഉണ്ട് അതിലിനി. ഒത്താ ആകെയുള്ളൊരു വഴിയാണ്, അതിൽ ട്രാപ്പും കൊണ്ട് തൊലച്ച്. ഒരു കാര്യം ചെയ്യാം, അപ്പൻ്റെ തന്നെ ട്രാപ്പിൽ കുടിക്കാമല്ലോ. കയ്യിൽ എറിയാനൊരു ഇഷ്ടിക ഉണ്ട്, അതൊന്ന് എറിഞ്ഞ് നോക്കട്ടെ. വാ ഇവിടെ അയ്യേ മണ്ടൻ പോടാ. അതാ. ഓക്കെ, സംഭവം കിട്ടിയെന്ന് തോന്നുന്നു. ഇതല്ലേ? അതെ തുറന്നു. ഫൈനലി കരച്ചിൽ വരിക. അതോ എത്ര നേരമായിന്നറിയോ? അതാ അഞ്ഞ് വന്നു, കുഴപ്പമില്ല. ജയ്സ പറയണ്ടേ? അത് ശരി. ഓക്കെ, ഒന്നൂടെ ഓടിക്കോ. സ്ലോ മോഷനിലല്ല, സ്പീഡിലോട്. ഓയേ ഇതെന്താ? താക്കോല് അണ്ണാ, താക്കോലുണ്ടാ? താക്കോല് 3 പച്ചാമൈന നീര അല്ല ചോപ്പ്. പോയി. അപ്പോൾ നമ്മൾ പിടിച്ച് നമ്മൾ ബേസ്മെൻറ്റിൽ ഇട്ടോ. ഓ ഇനിയാണ് കഥ തുടങ്ങുന്നേ. പക്ഷെ എത്ര മതി കഥ, മടുത്തു. ദെൻറ്റ് അത്രേ ഉള്ളൂ. ആക്ട് 2 പണ്ടാരടക്കാൻ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ആക്ട് 2 ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ കളിക്കില്ല. നോക്കാം നമുക്ക്. സോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.